Hi all, welcome to Exandway Learning. NSE JS exam, നമ്മളെ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് എക്സാമിൻ്റെ എക്സാം ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. നവംബർ 23 സൺഡേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കോച്ചിങ് Exandway Learning കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് മിടുക്കരായിട്ടുള്ള ആ വിദ്യാർത്ഥികൾക്കും വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കെമിസ്ട്രിയിൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളോട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊരു പെൻ ആൻഡ് പേപ്പർ നിർബന്ധമായിട്ടും വേണം. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ചില ക്വസ്റ്റ്യൻസ് ഈസി ഉണ്ടാവും, ചിലതെല്ലാം ടഫ് ഉണ്ടാകും. എന്താണെങ്കിലും നമ്മൾ ട്രൈ ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു റിയൽ കോമ്പറ്റീഷൻ എക്സാമിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൾറെഡി ഇതിനു വേണ്ടി മാത്രം ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിനു വേണ്ടി മാത്രം നമ്മളൊരു സ്പെഷ്യൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല ഈ ഒരു എക്സാം എഴുതുന്ന നമ്മുടെ മുഴുവൻ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മാക്സിമം എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ലിക്വിഡ് ഡിസ്റ്റർബ്ഡ് ബൈ സ്റ്റിറിംഗ് കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ ഡ്യൂ ടു ഇറ്റ്സ് പ്രോപ്പർട്ടി ഓഫ് ഡാഷ്, വിസ്കോസിറ്റി, ഡിഫ്യൂഷൻ, കംപ്രസിബിലിറ്റി, all of these. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒരു ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റിർ ചെയ്യുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും അതിലെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ലെയറുകൾ എന്തുണ്ടാവും, ഫോം ചെയ്യുന്നുണ്ടാവും. ആ വാട്ടർ ലെയേഴ്സ് ഡിഫറെൻറ്റ് സ്പീഡായിരിക്കും ഉണ്ടാവുക. അവിടെ ഏത് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലാണ് അത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് സ്റ്റേജിലേക്ക് പോകുന്നത്? ഓഫ് കോഴ്സ് ഏതായിരിക്കും, വിസ്കോസിറ്റി ആയിരിക്കും അല്ലേ. ഫ്ലൂയിഡിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാത്ത അവസ്ഥയാണ് എന്ത്, വിസ്കോസിറ്റിയിലൂടെ സംഭവിക്കുക. അപ്പോൾ നമ്മൾ വാട്ടറും ഹണി എടുക്കുക. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും, അവിടെ ലോ വിസ്കോസിറ്റിയാണ്. ലോ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഹണിയാണ് എടുത്തതെങ്കിലോ ആ ഹണി ഈ പറഞ്ഞ ഒരു ബീക്കറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, അത് ബീക്കറിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തേ, അതിന് വിസ്കോസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത് ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി വളരെ കുറവായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ വിസ്കോസിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, വിസ്കോസിറ്റി കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ ലിക്വിഡ് അത് സ്റ്റിർ ചെയ്താലും അതിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Which state of matter exists at very high temperature and at very low temperature near absolute zero respectively? BEC stand for ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഓഫ് മാറ്ററുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നമ്മുടെ പഠിച്ച ഏത് ടോപ്പിക്കുമായിട്ടാണ് ഏത് ചാപ്റ്ററുമായിട്ടാണെന്നൊക്കെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് വെരി ഹൈ ടെമ്പറേച്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. വെരി ഹൈ ടെമ്പറേച്ചർ ഉള്ളതുണ്ട്, അതേപോലെ തന്നെ വെരി ലോ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോ വരെയുള്ള ടെമ്പറേച്ചർ. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് മക്കളെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓപ്ഷൻ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നുണ്ടാവുക. എന്തുകൊണ്ട്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ ഏറ്റവും കൂടുതൽ എനർജി ആർക്കാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിനാണ്. ഗ്യാസ് എഗെയിൻ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് അത് അയോണൈസ് ആയിക്കൊണ്ട് പ്ലാസ്മയായി മാറുന്നത്. അയോണൈസ്ഡ് അല്ലെങ്കിൽ ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. ഇറ്റ് റിക്വയർഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി അവിടെ ഉണ്ടാവണം. അപ്പോൾ അത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. അറ്റ് ദ സെയിം ടൈം സോളിഡിനേക്കാളും BEC ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആബ്സല്യൂട്ട് സീറോ അഥവാ 0 കെൽവിനിലാണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ BEC എന്ന് പറയുന്ന ആർട്ടിഫിഷ്യലായ സ്റ്റേറ്റ് ഓഫ് മാറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 0 കെൽവിൻ അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, അതിൻ്റെ മോഷൻസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് നില്ലായിരിക്കും, 0 ആയിരിക്കും ഉണ്ടാവുക. അത്രയും മൈനസ് ടെമ്പറേച്ചറിലെ ആരുണ്ടാവുള്ളൂ, BEC എന്ന് പറയുന്ന
ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ റിക്വയർഡ് ആരായിരിക്കും? പ്ലാസ്മ ആയിരിക്കും. ഏറ്റവും ലോവസ്റ്റ് ആരായിരിക്കും? ഓഫ് കോഴ്സ് BeC ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം. സോ ഇതിന്റെ ആൻസർ ഇത് വരും, ഓപ്ഷൻ ബി ആയിരിക്കും ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ ബോയിൽസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ on high altitudes because dash. Atmospheric pressure is low there, atmospheric pressure is high there, water is weakly hydrogen bonded there, water in pure form is found there. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ നമ്മൾ ഈ പറഞ്ഞ ബോയിലിംഗ് പോയിന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പഠിച്ചൊരു പോയിന്റ് ആണിത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും തോറും, ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കൂടാ? ഉയരം കൂടുന്തോറും അതിൻ്റെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോവർ ആയിരിക്കും. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ ആകുന്ന സമയത്ത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? അവിടെ ലോ ആയിരിക്കും ഉണ്ടാവുക. അഥവാ നമുക്കറിയാം നോർമൽ കേസിൽ ഇപ്പോൾ നോർമൽ നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ എന്താ പറയുക, സീ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ഉണ്ടാവുക, അല്ലേ? 1 ATM പ്രഷറാണ്. എന്നാൽ ഉയരം കൂടുമ്പോൾ ഇപ്പോൾ ഹിമാലയത്തിൽ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും? പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്തും കുറയും? ബോയിലിംഗ് പോയിന്റും അവിടെ കുറവായിരിക്കും. നമുക്കറിയാം നോർമൽ കേസിൽ 100 ഡിഗ്രിയിലാണ് വാട്ടർ ബോയിൽ ചെയ്യുക. എന്നാൽ ഒരു ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 95-96 ഡിഗ്രി ആകുമ്പോഴേക്കും വാട്ടർ എന്ത് ചെയ്യും? ബോയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഏതായിരിക്കും മക്കളെ നമ്മൾ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? ഓഫ് കോഴ്സ് ഓപ്ഷൻ എ ആണ്, അല്ലേ? വാട്ടറിന്റെ ബോയിൽ അറ്റ് ലോ ടെമ്പറേച്ചറിന് കാരണം എന്താണ്? അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വെരി ലോ ആയതുകൊണ്ടാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റെഡി അല്ലേ? കണ്ടോ, പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുവെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളൊരു നോട്ടിൽ ഒരു പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം കേട്ടോ. വീഡിയോ വെറുതെ കണ്ടിങ്ങനെ പോയാൽ പോരാ, നമുക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടൂല. ആൻസർ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഇത് കാണുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കേണ്ട, സിമ്പിളാണ് കാര്യങ്ങൾ, ഒന്ന് വായിച്ച് നോക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ഫോർ എ ഗ്യാഷ്യസ് സിസ്റ്റം ദ പ്രഷർ ക്യാൻ ഇൻക്രീസ്ഡ് ബൈ. ഒരു ഗ്യാഷ്യസ് സിസ്റ്റത്തിൽ എപ്പോഴാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുക എന്നാണ്. ഒന്നാമത്തെ കണ്ടീഷൻ, ഇൻക്രീസിങ് ദ വോള്യൂം ഓഫ് കണ്ടെയ്നർ ബട്ട് കീപ്പിംഗ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ആൻഡ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഗ്യാസിന്റെ എമൗണ്ടും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ വോള്യൂം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡിക്രീസിങ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് വോള്യൂം, ഡിക്രീസിങ് ദ വോള്യൂം ഓഫ് കണ്ടെയ്നർ ബട്ട് കീപ്പിംഗ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ആൻഡ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഫോർത്ത് വൺ, ഡി ഓപ്ഷൻ, ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ ബട്ട് കീപ്പിംഗ് എമൗണ്ട് ആൻഡ് വോള്യൂം കോൺസ്റ്റന്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെന്താ കുറേ തിരിച്ചും മറിച്ചും കുറേ ടെമ്പറേച്ചറും പ്രഷറും ഇങ്ങനെ പറയുന്നത് ആലോചിക്കേണ്ട, സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇതാ ഇവിടെ രണ്ടുപേര് കോൺസ്റ്റന്റ് ആണ്. ആരൊക്കെയാ? എമൗണ്ട് ഓഫ് ഗ്യാസ്, എമൗണ്ടിന് തൽക്കാലം നമുക്ക് N എന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ ടെമ്പറേച്ചർ, നമ്പറും ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ അതിന്റെ വോള്യൂം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെയോ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് വോള്യൂം, ടെമ്പറേച്ചറും വോള്യൂം സെയിം ആണെങ്കിൽ അതിന്റെ എമൗണ്ട് ഓഫ് ഗ്യാസ് നമ്പർ ഡിക്രീസ് ചെയ്യുന്നതാണ്. ഈ രൂപത്തിൽ നമ്മൾ ഓരോന്നും ചെയ്യുക, ഒന്ന് എഴുതി നോക്കണം. എന്നിട്ട് എപ്പോഴാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഒന്ന് വേഗത്തിൽ ആൻസർ എന്ന് പറഞ്ഞ് വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ ഏതായിരിക്കും വരിക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് പറയാം. അപ്പോൾ ഇവിടെ വോള്യൂം, അതേപോലെ ടെമ്പറേച്ചർ, നമ്പർ ഓഫ് പാർട്ടിക്കിൾ തുടങ്ങിയ ചില മെഷർമെന്റുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇതേതായിരിക്കും ആൻസർ വരിക? നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രഷർ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? എപ്പോഴാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്? വെൻ പ്രഷർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വോള്യൂം എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. ആലോചിച്ചോക്കെ, ആദ്യം ഇത്ര വോള്യൂം ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിന്റെ വോള്യൂം ഒരു 5 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ 5 ലിറ്റർ വോള്യൂം ഉണ്ടെങ്കിൽ അതിലിതാ ഇത്രയും 2, 4, 10 ഏകദേശം ഒരു 10 പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ വോള്യൂം ഡിക്രീസ് ചെയ്തു. 5 ലിറ്റർ എന്നുള്ളത് കൺവേർട്ടഡ് ടു ഒരു 2 ലിറ്റർ ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും 2 ലിറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഈ പാർട്ടിക്കിൾസ് അപ്പോഴും സെയിം സ്പേസ് ആണോ? അല്ല, സ്പേസ് കുറവാണ്. സ്പേസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള കൊളീഷൻസ് വളരെ കൂടുതലായിരിക്കും. ഓഫ് കോഴ്സ് അതിന്റെ പ്രഷർ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വോള്യൂം ഡിക്രീസ് ചെയ്യുമ്പോഴാണ്
പ്രഷർ ഇൻക്രീസ് ചെയ്യുക. വോളിയമും പ്രഷറും മിക്ക കേസിലും എന്താണ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആയിരിക്കും കേട്ടോ, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരാൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ ഡിക്രീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും വരിക മക്കളെ ഓപ്ഷൻ സി ആണ്. ഇവിടെ വേറെ ഏതെങ്കിലും ഫാക്ടർ വ്യത്യാസം വരുന്നുണ്ടോ? ഇവിടെ അതിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിളിൽ മാറ്റം വന്നോ? ഇല്ല അല്ലെ. പകരം എന്താ ചെയ്തത്? വോളിയം ഡിക്രീസ് ചെയ്തപ്പോൾ pressure increase ചെയ്തു. Decreasing the volume of container but keeping the amount of gas and temperature constant. അവിടെ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഗ്യാസും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോഴാണ് ഈ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ ഓരോന്നും ചെയ്ത് ആലോചിച്ച് നോക്കിയെങ്കിൽ മാത്രമാണ് ആൻസർ കിട്ടുക കേട്ടോ. The rise of a liquid in a capillary tube is due to viscosity, osmosis, diffusion, surface tension. അപ്പോൾ ഇത് നമുക്കറിയാം കാപ്പിലറി ട്യൂബുമായി അല്ലെങ്കിൽ കാപ്പിലാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഫിസിക്സ് ഉണ്ട്, കുറച്ച് കെമിസ്ട്രിയും ഉണ്ട്. സ്റ്റേറ്റ് ഓഫ് മാറ്ററുമായി ബന്ധപ്പെട്ടത് കൊണ്ട് നമ്മൾ കെമിസ്ട്രിയിലും കൂടിയും അത് ഡിസ്കസ് ചെയ്യും. യെസ്, ഏതായിരിക്കും മക്കൾ അതിന് ആൻസർ വരിക? അപ്പോൾ ഇവിടെ നമ്മൾ അറിയണമെന്ന് വെച്ചാൽ എന്താണ് കാപ്പിലറി റൈസ് എന്നറിയണം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് അറിയണം. നമ്മൾ വെരി നാരോ ആയിട്ടുള്ള ഒരു ട്യൂബ് എടുത്തു, ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു എന്ന് വിചാരിച്ചോ, വെരി നാരോ ഗ്ലാസ് ട്യൂബാണ്. അതിൻ്റെ നമ്മൾ മെനിസ്കസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ദാ ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇവിടെ എടുത്തിരിക്കുന്ന സംഗതി വാട്ടർ ആണെങ്കിൽ ഈ വാട്ടറിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ അതിനെ വിളിച്ച പേരായിരുന്നു കൊഹസീവ് ഫോഴ്സ് എന്ന്, അല്ലെ? വാട്ടർ പാർട്ടിക്കിൾസ് തന്നെ പരസ്പരം അട്രാക്ട് ചെയ്യും, അത് കൊഹസീവ് ഫോഴ്സ് ആണ്. അറ്റ് എ സെയിം ടൈം ഇവിടെ വേറൊരാളുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതാരാണ്? അത് ഈ പറഞ്ഞ ഗ്ലാസ് ട്യൂബ്. ഇതൊക്കെ ഗ്ലാസ് ട്യൂബിന്റെ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചോ. എന്നാൽ ഞാൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് വാട്ടറിന്റെ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചോ. സ്വാഭാവികമായിട്ടും ഡിഫറെന്റ് ടൈപ്പ് പാർട്ടിക്കിൾസിൽ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. അതിന്റെ പേരായിരുന്നു അഡ്ഹസീവ് ഫോഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അവിടെ രണ്ട് ടൈപ്പ് ഫോഴ്സ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ വാട്ടർ പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സും, അതേപോലെ വാട്ടർ ആൻഡ് ഈ പറഞ്ഞ ഗ്ലാസ് ട്യൂബ് തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സും. ഇതിലെ ഈ പറഞ്ഞ അഡ്ഹസീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വാട്ടർ ഈ പറഞ്ഞ ഗ്ലാസ് പാർട്ടിക്കിളും തമ്മിൽ മോർ അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? ഇത് ഈ പറഞ്ഞ ഗ്ലാസ് പാർട്ടിക്കിൾസിലേക്ക് കുറച്ചുകൂടി അട്രാക്റ്റഡ് ആയിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് മാറുന്നത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സപ്പോസ് നമ്മൾ Hg അഥവാ മെർക്കുറിയാണ് എടുത്തതെന്നുണ്ടെങ്കിലോ, മെർക്കുറിക്ക് അഡ്ഹസീവ് ഫോഴ്സിനേക്കാളും കൂടുതൽ കൊഹസീവ് ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ മെർക്കുറി ആയിരുന്നുവെങ്കിൽ ഇതിന്റെ ഷേപ്പ് നേരെ ചേഞ്ച് ചെയ്യുമായിരുന്നു. എങ്ങനെ വരും? ഇങ്ങനെയായിരിക്കും വരിക. ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. എന്നാൽ ഇത് കാപ്പിലറി റൈസിന് കാരണം അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് വാട്ടർ മുകളിലേക്ക് എന്ത് ചെയ്യും? റൈസ് ചെയ്യുകയും ഈ രൂപത്തിൽ അതിന്റെ മെനിസ്കസ് ഉണ്ടാവുകയും ചെയ്യും. റെഡി? അപ്പോൾ നമ്മൾ ആൻസർ മക്കളെ വരുന്നുണ്ടാവുക സർഫസ് ടെൻഷൻ ആണ് ഇതിന് കാരണമായിട്ടുണ്ടാവുക. ഓക്കെ, സർഫസ് ടെൻഷന് പിന്നിലുള്ള അഡ്ഹസീവ് ആൻഡ് കൊഹസീവ് ഫോഴ്സുകളുടെ ആ വ്യത്യാസമാണ് കാപ്പിലാരിറ്റിക്ക് കാരണമായിട്ടുണ്ടാവുക. റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളല്ലേ കുറെ കാര്യങ്ങൾ ഫിസിക്സുമായിട്ടൊക്കെ എന്തുണ്ട്? കണക്റ്റഡ് ആണ്. ആ നിലക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതിലുള്ള തിയറീസ് ആൻഡ് പോയിന്റുകൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആൻസറിലേക്ക് എത്തുക. ഓക്കെ, so നമുക്ക് another question നോക്കാം. If the pressure of a gas contained in a closed vessel is increased by 0.4% when heated by 1 degree Celsius, its initial temperature must be 250 Kelvin, 250 degree Celsius, 25 degree Celsius, 25 Kelvin. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇവിടെ ഏത് ലോ അല്ലെങ്കിൽ എന്ത് റൂളുമായിട്ടാണ് റിലേറ്റഡ് നോക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം PV is equal to nRT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. P പ്രഷറാണ്, V വോള്യൂം ആണ്, N നമ്പർ ഓഫ് മോൾസ് ആണ്, R നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. ഓക്കെ, കെൽവിൻ ആണ്. അപ്പോൾ ഇവിടുത്തെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മെഷേഴ്സ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഒന്ന് പ്രഷർ 0.4% ചേഞ്ച് ചെയ്യുന്നു. അനദർ വൺ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇനീഷ്യൽ ടെമ്പറേച്ചറേക്കാളും കൂടുതലായിട്ട് മാറുന്നു. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും മാത്രമാണ് ചേഞ്ച്, പിയും ടിയും മാത്രമാണ് ചേഞ്ച്, ബാക്കിയുള്ളവരൊക്കെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇക്വേഷനിൽ നമുക്ക് ഒരു കാര്യം ഉണ്ടാക്കാൻ പറ്റും. പി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ കോൺസ്റ്റന്റ് ആണ്, പിയും
ടിയും മാത്രമാണ്, അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇതിൽ നിന്നും ഒരു പുതിയ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ പി അഥവാ ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡഡ് ബൈ പി അഥവാ അതിൻ്റെ ഒറിജിനൽ പ്രഷർ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇതേപോലെ തന്നെ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ടെമ്പറേച്ചർ ടി. ഓക്കെ, അപ്പൊ ഇവിടെ ആരൊക്കെ തന്നിട്ടുണ്ട് ഗിവൺ ഡാറ്റ ഡെൽറ്റ പി തന്നിട്ടുണ്ട് 0.4% അല്ലെ. 0.4ന് പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0.004 എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഡിവൈഡഡ് ബൈ പ്രഷർ, ഒറിജിനൽ പ്രഷർ, നോർമലി ഉള്ള പ്രഷർ എത്രയാണ്? നമുക്കറിയാം നോർമൽ കേസിൽ 1 atm ആണ് പ്രഷർ ആയിട്ട് ഉണ്ടാവുക. ഇനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാടാ? 1 degree Celsius ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 1 degree അല്ലേ, നമുക്കിവിടെ PV = nRT കൊടുക്കുമ്പോൾ കെൽവിൻ അല്ലേ. നോക്കിയടാ 250 എന്ന ഡിഗ്രി സെൽഷ്യസ് എന്തായി മാറി? 251 degree Celsius ആയി. അവിടെ 1 degree Celsius ആണ് ചേഞ്ച്. അറ്റ് ദ സെയിം ടൈം ഇതേപോലെ തന്നെ 250 കെൽവിൻ 251 കെൽവിൻ ആയി മാറി. അപ്പോഴും എത്ര തന്നെയാണ്? 1 കെൽവിൻ. അഥവാ 1 degree Celsius എന്ന് പറഞ്ഞാലും 1 കെൽവിൻ ചേഞ്ച് എന്ന് പറഞ്ഞാലും ബോത്ത് ആർ സെയിം. അപ്പോൾ 1 degree Celsius ഇവിടെ ഇൻക്രീസ് ചെയ്തു എന്നുള്ളത്, 1 degree Celsius ഇവിടെ ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് എന്തിന് ഈക്വൽ ആണ്? 1 കെൽവിൻ ടെമ്പറേച്ചറിനും ഈക്വൽ ആണ്. സോ 1 degree എന്ന് പറഞ്ഞാലും 1 കെൽവിൻ എന്ന് പറഞ്ഞാലും അവിടെ എന്താണ്? ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സെയിം ആണ്. സോ വി ക്യാൻ സേ 1 കെൽവിൻ അഥവാ ഡെൽറ്റ 3 എത്രയാണ്? 1 ആണ്. ചേഞ്ച് ഒറിജിനൽ ടെമ്പറേച്ചറോ ടി, അത് നമുക്കറിയില്ല, അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. 1 × 1 തന്നെ 0.004 താഴേക്ക് വരും, 0.004. ഓക്കെ, 1/0.004ന്റെ വാല്യൂ എത്ര വരും? 250 Kelvin. So that is the right answer, 250 Kelvin. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഇങ്ങനെയൊരു റൂള് നമ്മൾ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അത് ഓൾറെഡി PV = nRT വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അത് വെച്ചുകൊണ്ട് വാല്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get the answer 250 Kelvin. So the answer is option A, 250 Kelvin ആണ് എന്ത് ചെയ്യുക അവിടുത്തെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഇൻറ്റു ഗ്യാസ്, സോളിഡ് ഇൻറ്റു ഗ്യാസ്, സോളിഡ് ഇൻറ്റു ലിക്വിഡ്, ലിക്വിഡ് ഇൻറ്റു സോളിഡ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റുകളെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം. സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എന്ത് പേര് പറയും? സോളിഡ് ഡയറക്റ്റ്ലി ഗ്യാസ് ആകുമ്പോൾ സബ്ലിമേഷൻ, തിരിച്ചാണെങ്കിൽ ഡീസബ്ലിമേഷൻ ഓർ ഡിപ്പോസിഷൻ, കണ്ടൻസേഷൻ ഒക്കെ, വേപ്പറൈസേഷൻ ഒക്കെ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം കേട്ടിട്ടുണ്ട് അല്ലേ. ലിക്വിഡ് ഗ്യാസ് ആകുന്ന പ്രോസസ്സാണ് എന്ത്? വേപ്പറൈസേഷൻ ഒക്കെ ഓൾറെഡി അറിയാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് ആണെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ കോമൺ സോൾട്ട് ഈസ് ആഡഡ് ടു ഐസ്, കോമൺ സോൾട്ട് ഐസിലേക്ക് ആഡ് ചെയ്തു. സോ വാട്ട് വിൽ ഹാപ്പൻ? അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ആവും, മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ആകും. മെൽറ്റിംഗ് പോയിന്റിന് നോ ചേഞ്ച് ആണ്, ഐസ് ബിക്കംസ് ഹാർഡർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഹൈ സ്നോഫാൾസ് ഒക്കെ ഉണ്ടാകുന്ന വളരെ കോൾഡ് ആയിട്ടുള്ള റീജിയൻസ് കൺട്രീസിലൊക്കെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ സ്നോഫാൾ വരും. സ്നോഫാൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ വഴികളൊക്കെ, അവിടുത്തെ റോഡൊക്കെ എന്ത് ചെയ്യും? തടസ്സപ്പെടും. അപ്പോൾ എന്താ ചെയ്യുക? അവിടെ വളരെ പെട്ടെന്ന് തന്നെ വെഹിക്കിൾസിന് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള എന്ത് ചെയ്യും? ഓഫീസേഴ്സ് കാര്യങ്ങളൊക്കെ വന്നു കണ്ട് അവരെ ഈ ഐസിലേക്ക് എന്ത് ചെയ്യും? സോൾട്ട് ആഡ് ചെയ്യും. ഐസിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. അഥവാ നോർമൽ കേസിൽ 0 ഡിഗ്രിയിലാണ് ഐസ് മെൽറ്റ് ചെയ്യുക. നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് എന്താകും? വാട്ടറായി മാറും. എന്നാൽ സോൾട്ട് ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു -5 അല്ലെങ്കിൽ ഒരു -7 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 0ക്ക് മുമ്പ് തന്നെ ഐസ് മെൽറ്റായി എന്ന് പറഞ്ഞാൽ എന്തായി? ആ പറഞ്ഞ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ആ വഴിയിലുള്ള മഞ്ഞ് അല്ലെങ്കിൽ സ്നോസ് ഒക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോഡ് അതിൻ്റെ പഴയ രൂപത്തിൽ തന്നെ ഉപയോഗപ്രദമാക്കാൻ സാധിക്കും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ ഹിയർ? വെൻ വി ആഡ് സോൾട്ട് to icy street, the salt molecule mingle with the frozen water, melting ice into liquid water. അതാണ് അവിടെ സംഭവിക്കുന്നത്. So the answer is option A, it's melting
പോയിന്റ് എന്തായിരിക്കും ഡിക്രീസ് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമുക്കൊക്കെ പരിചയമുള്ള എന്തെങ്കിലുമൊക്കെ പിന്നെ ഫിനോമിനയുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ കുറച്ചും കൂടി പെട്ടെന്ന് എന്ത് ചെയ്യും മനസ്സിൽ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെൽറ്റിംഗ് പോയിന്റുമായി റിലേറ്റഡ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് 10 degrees Celsius. What does this mean? അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് 10 degrees Celsius ആണ്. അഥവാ ഇയാൾ സോളിഡ് ലിക്വിഡ് ആവാൻ വേണ്ട ആ ടെമ്പറേച്ചർ 10 degrees Celsius ആണ് എങ്കിൽ the substance is liquid at 10 degrees Celsius, substance is solid at 10 degrees Celsius, there is an equilibrium between solid phase and liquid phase at 10 degree, the substance is 50% solid and 50% ലിക്വിഡ് അറ്റ് 10 degree. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കാണാൻ പറ്റും. ഓക്കെ, ഒരാൾ 10 ഡിഗ്രിയിലാണ് അത് മെൽറ്റ് ചെയ്യുന്നത്. ആ മെൽറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ സമയത്ത് അവിടെ സോളിഡിൻ്റെ പാർട്ടിക്കിളും ഉണ്ടാകും, ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ദർ ഈസ് ആൻ ഇക്വിലിബ്രിയം. സോളിഡ് ആൻഡ് ലിക്വിഡിൻ്റെ ഒരു ഇക്വിലിബ്രിയമാണ് ആക്ച്വലി ഇക്വിലിബ്രിയം ഫേസ് ആണ് എന്ത് ചെയ്യുക അവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ഏതായിരിക്കും വരിക? അവിടെ 50-50 അവിടെ നിർബന്ധമൊന്നുമില്ല. ഇതൊരു പെർമനന്റ് കണ്ടീഷൻ ഒന്നുമില്ല. ബട്ട് ദർ ഈസ് എൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ the solid phase and the liquid phase. That is the option C ആയിരിക്കും എന്ത് ചെയ്യുക അവിടെ ആൻസർ ആയിട്ട് വരിക. Which of the following statements is wrong? Evaporation is a spontaneous process. Evaporation is a surface phenomenon. Vapor pressure decreases with the increase of temperature. The vapor pressure of a solution is always less than vapor pressure of a pure solvent. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പെട്ടെന്ന് കാണാൻ പറ്റും. വേപ്പർ പ്രഷറുമായിട്ടും ഇവാപ്പറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന്, ഇവാപ്പറേഷൻ ഒരു സ്പോണ്ടേനിയസ് ആണ്. ക്വസ്റ്റ്യൻ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇവാപ്പറേഷൻ സ്പോണ്ടേനിയസ് ആണ്. എന്തെങ്കിലും എക്സ്റ്റേണൽ റിസോഴ്സ് എനർജി വേണോ? വേണ്ട, നാച്ചുറൽ ആയിട്ട് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യും സംഭവിക്കും. സോ ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതല്ല ആൻസർ. ഇവാപ്പറേഷൻ ഇസ് എ സർഫസ് ഫിനോമിനൻ. ഇവാപ്പറേഷൻ സർഫസ് അല്ലേ? ബോയിലിംഗ് പോലെയാണോ സംഭവിക്കുക? ഇല്ല, സർഫസിലുള്ള പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുക നേരിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് മാറുക. സോ ഇറ്റ് ഈസ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. റെഡി? തേർഡ് വൺ, വേപ്പർ പ്രഷർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ആദ്യം എന്താണ് വേപ്പർ പ്രഷർ എന്ന് അറിയണം. വാട്ട് ഈസ് വേപ്പർ പ്രഷർ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നോർമൽ കേസിൽ വാട്ടർ എന്ത് ചെയ്യും? സപ്പോസ് ദിസ് ഈസ് 25 degree, അവിടെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ വേപ്പർ പ്രഷർ കുറവായിരിക്കും. എന്തുകൊണ്ട്? ഈ പറഞ്ഞ വാട്ടറിലുള്ള വാട്ടറിൻ്റെ പാർട്ടിക്കിൾ എന്ത് ചെയ്യും മക്കളെ? നാച്ചുറലി ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് വാട്ടർ വേപ്പർ ആകും. ഈ വാട്ടർ വേപ്പർ ഇവിടെയുള്ള ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ലിഡിൽ പോയിക്കാണ്ട് എന്ത് ചെയ്യും? ഇത് ഹിറ്റ് ചെയ്യും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വേപ്പർ പ്രഷർ. അപ്പൊ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാഷ്യസ് ആയിട്ടുള്ള വേപ്പർ ആവാനുള്ള പോസിബിലിറ്റി ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. അപ്പൊ ലോ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ അഥവാ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. കാരണം എന്തേ? കൂടുതൽ പാർട്ടിക്കിൾസ് ഒന്നും വേപ്പർ ആവുന്നില്ല. എന്നാൽ നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യണം. ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്തോ അതിന്റെ വേപ്പർ പ്രഷർ കൂടും. കാരണം എന്തേ? ഒരു 100 degree ഒക്കെ ആണെങ്കിൽ എല്ലാ പാർട്ടിക്കിളും ഇനഫ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട് ടു കൺവേർട്ട് ഇൻ ടു വേപ്പർ, വാട്ടർ വേപ്പർ ആവാൻ. ആ വാട്ടർ വേപ്പർ ഇവിടെ ഇഷ്ടം പോലെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഹൈ വേപ്പർ പ്രഷർ ആയിരിക്കും എന്ത് ചെയ്യുക സംഭവിക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടണം. ക്വസ്റ്റ്യനിൽ കൊടുത്തത് എന്താടാ? വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ്. സോ ഇത് എന്താണ്? ആക്ച്വലി ഡിക്രീസ് അല്ല വേണ്ടത്, ഇൻക്രീസ് ആണ് ശരിക്കും വേണ്ടിയിരുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് അവിടെ ഫോൾസ് ആയിട്ടുണ്ടാവുക. സോ ദാറ്റ് ഈസ് സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ സ്റ്റേറ്റ്മെന്റും ട്രൂ അല്ലേ? ട്രൂ ആണ്. നോക്കിയാൽ മതി. ദ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. നോക്കിയാൽ മതി. നോക്കിക്കേ, ഇവിടെ ഇത് നോർമൽ ഒരു സോൾവെന്റ് ആണെന്ന് വിചാരിച്ചോ. സോൾവെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ സോൾവെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇയാൾക്ക് വേപ്പർ ആവാൻ എളുപ്പമാണ്. ഇപ്പൊ വാട്ടറൊക്കെ പെട്ടെന്ന് വേപ്പർ ആവും. എന്നാൽ അതിലേക്ക് നമ്മളൊരു സാൾട്ട് ആഡ് ചെയ്തു അഥവാ സൊല്യൂഷൻ ആക്കി മാറ്റുമ്പോൾ ഇയാൾക്ക് കുറെ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ട്. ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ പെട്ടെന്ന് എന്ത് ചെയ്യൂല? വേപ്പറായി മാറാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം എന്തേ? ഡ്യൂ ടു ദ കണ്ടെയ്നിങ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ടാകുമ്പോൾ വാട്ടർ വേപ്പറായി മാറാനുള്ള ചാൻസ് കുറയും. വാട്ടർ വേപ്പർ ആവണില്ല എന്ന് പറഞ്ഞാലോ
വേപ്പർ പ്രഷർ കുറവായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സിംഗിൾ വേർഡിൽ പറയുകയാണെങ്കിൽ സൊല്യൂഷൻ ആകുമ്പോൾ വേപ്പർ പ്രഷർ ലോ ആയിരിക്കും കമ്പയർഡ് ടു ദ പ്യുവർ സോൾവെന്റ് ആകുമ്പോൾ പെട്ടെന്ന് വേപ്പർ ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ വരും മക്കളെ? ഓപ്ഷൻ സി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ranji prepared a salt solution with a concentration 11.2% mass by mass percentage in 320 gram of water. Abhinav prepared a salt solution by dissolving the same amount of salt as used by Ranji but in 180 gram of water. What is the concentration mass by mass percentage of the solution prepared by Abhinav? Simple ആണ് question. രാഞ്ചി എന്ത് ചെയ്തു? അവിടെ അതിൻ്റെ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, ഈ പറഞ്ഞ സോൾവെൻറ്റിൻ്റെ ഗ്രാമും കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര സൊല്യൂട്ട് ആഡ് ചെയ്തെന്ന് കാണാൻ പറ്റും. ആ സെയിം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വെച്ചുകൊണ്ടാണ് അഭിനവ് എന്ത് ചെയ്യുന്നത്? 180 gram വാട്ടറിൽ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. എങ്കിൽ അതിൻ്റെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ എത്ര എന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഓൾറെഡി കോൺസെൻട്രേഷൻ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 11.2. വാട്ടർ എത്രയാണ്? 320. എടാ വാട്ടർ എന്ന് പറയുന്നത് സൊല്യൂഷൻ അല്ല, സോൾവെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ് എന്ത്? സൊല്യൂഷൻ. അപ്പൊ സൊല്യൂട്ട് തൽക്കാലം നമ്മൾ എക്സ് എന്ന് എടുക്കാം. എത്ര ഗ്രാം ഡിസോൾവ് ചെയ്തു അത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. മാസ് പെർസെൻറ്റേജ് ഓൾറെഡി 11.2 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആൻസറുകളൊക്കെ. സോ സൊല്യൂട്ടിന്റെ മാസ്, ദിസ് ഈസ് ദ സൊല്യൂട്ടിന്റെ മാസ് എക്സ്. സോൾവെന്റിന്റെ മാസ് 320. സൊല്യൂഷന്റെ മാസോ എക്സ് പ്ലസ് 320. നമുക്കറിയാം മാസ് പെർസെൻറ്റേജ് ആകുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും 11.2നെ എക്സ് പ്ലസ് 320 കൊണ്ട് മൾട്ടിപ്ലൈ ഇങ്ങോട്ട് വരും അല്ലേ? ബാക്കി 100x എന്ന് ചെയ്യും. ഇതിൻ്റെ ആൻസർ നമ്മൾ മൊത്തം ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? എക്സ് ബൈ എക്സ് പ്ലസ് 320 ഇസ് ഈക്വൽ ടു 11.2 ഡിവൈഡ് ബൈ 100. അത് നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ മതി, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ പറയുന്ന രൂപത്തിലേക്ക് അവസാനം എക്സ്ചേഞ്ച് ചെയ്യും. ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ നമ്മൾ ചെയ്യുമ്പോൾ 100 ഇൻറ്റു എക്സ് ഈക്വൽ ടു 11.2 ഇൻറ്റു എക്സ് പ്ലസ് 320 കിട്ടും. 100x ഈസ് ഈക്വൽ ടു നമ്മൾ ഇതെന്ത് ചെയ്തു അല്ലേ? ഈ ബ്രാക്കറ്റ് എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. അപ്പോൾ 3584 ആണ് 11.2 ഇൻറ്റു 320 ചെയ്യുമ്പോൾ ഉണ്ടാവുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ 11.2x ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. സോ ആൻസർ 88.8x ഇസ് ഈക്വൽ ടു 3584 കിട്ടും. അതിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണാം. 3584 ഡിവൈഡഡ് ബൈ 88.8 ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു 40.35. അപ്പോൾ ഈ 40.35 ആണ് എന്ത്? എക്സ് അഥവാ മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര നമ്മൾ സൊല്യൂട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൂ, രാഞ്ചി ഉണ്ടാക്കിയ സൊല്യൂട്ടേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇതേ എമൗണ്ട് ഓഫ് സൊല്യൂട്ടാണ് എന്ത് ചെയ്തത്? അഭിനവ് എടുക്കുന്നത്. സോ അഭിനവ് യൂസിങ് ദ സെയിം സോൾട്ട് എത്രയാണ്? 40.35. പക്ഷെ അവിടെ എളുപ്പമുണ്ട്, വാട്ടറിന്റെ മാസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അവിടെയും സോൾവെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ സൊല്യൂഷന്റെ മാസ് എത്ര? 40.35 പ്ലസ് 180 ടോട്ടൽ എത്ര കിട്ടി? 220.35. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂട്ട് കിട്ടി, സൊല്യൂഷൻ കിട്ടി. ഇനി അതിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി. 40.35 ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ അല്ലേ? മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഈ പറഞ്ഞ 18.31. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. 18.3 എന്നുള്ളതായിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ കാണുക. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച മാസ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പെട്ടെന്ന് കാൽക്കുലേഷൻ കുറച്ച് എന്ത് ചെയ്യണം? മാത്സിൽ കുറച്ച് സ്പീഡ് ആവണമെന്നേ ഉള്ളൂ, എങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ആൻസർ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, normal boiling point of a liquid is that temperature at which vapor pressure of a liquid is equal to 0, 380 mm of Hg, 760 mm of Hg, 100 mm of Hg. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ മെർക്കുറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി കേട്ട ഒരു ടേമാണിത്. ആൻസർ വരില്ലേതാ? 760 mm of Hg ആണ്. അതാണ് നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ദാറ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 760 mm Hgക്ക് ഈക്വൽ ആണ്. അപ്പോൾ ആ നമുക്കറിയാം, ഇപ്പോൾ ഈ പറഞ്ഞ തെർമോമീറ്ററിലൊക്കെ ഈ ഒരു റൂളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ അപ്ലൈ ചെയ്യാറ്.
പറയാറുള്ളത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കേഴ്സ് ഡസൻ റെപ്രസെന്റ് ബോയിൽസ് ലോ? ബോയിൽസ് ലോയെ റെപ്രസെന്റ് ചെയ്യാത്ത കേവ് ഇതിലേതാണ്? അപ്പൊ ആദ്യം എന്താണ് ബോയിൽസ് ലോ എന്നറിയണം. ഒരു ഗ്യാസ് ലോ ആണ് ബോയിൽസ് ലോ. ഓക്കെ, അഥവാ ബോയിൽസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വോള്യൂം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. വോള്യൂം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. എപ്പോ ദ മാസും അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിളും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോള്യൂം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ഓക്കെ, എങ്കിൽ ഇത് വെച്ചുള്ള ലോ അല്ലെങ്കിൽ ഗ്രാഫ് ഇതിൽ ഏതൊക്കെയാണ് നോക്കിക്കേ. ഇൻവേഴ്സലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെ വരിക, വിയും പിയും ഇൻവേഴ്സലി. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. ഇത് കറക്റ്റ് ആണ് അല്ലേ, ഇത് ട്രൂ ആണ്. എന്നാലോ ലോഗ് പി ലോഗ് വി ഇങ്ങനെ ചെയ്യുമ്പോഴും എന്താണ്, അത് കറക്റ്റ്. കാരണം ഈ രണ്ടുപേരുടെയും ലോഗ് ആണ് എടുക്കുന്നത്. അപ്പൊ എന്ത് വരും, ഈ പറഞ്ഞ രൂപത്തിൽ സ്ട്രൈറ്റ് ലൈൻ വരും, നോ പ്രോബ്ലം, അതും കറക്റ്റ് ആണ്. ഇനി പി 1/v, എടാ 1/v എന്ന് പറഞ്ഞാൽ എന്തായി, ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ പിയുടെ നമ്മൾ പറഞ്ഞു പ്രഷറിന്റെ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ് വോള്യം, അതാണ് ബോയിൽസ് ലോ. ആ വോള്യത്തിന്റെയും ഇൻവേഴ്സ് എടുത്താലോ, അഥവാ തലകുത്തി നിൽക്കുന്നവനെ തലകുത്തി പിടിച്ചാലോ കറക്റ്റായിട്ട് നേരായിട്ട് നിൽക്കും. ഇതേ റൂളാണ്. അപ്പോൾ ഓൾറെഡി പ്രഷർ ഉണ്ട്, അതിൻ്റെ 1/v ഗ്രാഫാണ് എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് എന്തായിരിക്കൂല, ഡിക്രീസ് ആയിരിക്കൂല, സ്ട്രൈറ്റ്ലി ഇൻക്രീസ് ആയിരിക്കും. സോ ദിസ് ഈസ് ഓൾസോ ട്രൂ ആയിരിക്കും. എന്നാൽ പി വി, ഈ ഗ്രാഫ് തന്നെ പി വി എന്ന് പറയുന്ന ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കുമോ? അതൊരിക്കലും സ്ട്രൈറ്റ് ലൈൻ ആവൂല. കാരണം എന്താ, ഈ പറഞ്ഞ രൂപത്തിൽ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണെങ്കിൽ വെൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഓർ മാസ് ആൻഡ് ടെമ്പറേച്ചർ ആർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ഒരു പരാബോളിക് ഷേപ്പാണ് എന്ത് ചെയ്യുക വരുന്നുണ്ടാവുക. ഈ പറഞ്ഞ രൂപത്തിൽ ഡയറക്റ്റ്ലി എന്തല്ല അല്ലെങ്കിൽ പിന്നെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിക്കൊണ്ടല്ല അത് ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ P1 is equal to V1 is equal to P2 into V2. P1 V1 is equal to P2 into V2 എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു P അല്ലെങ്കിൽ V എന്ന് പറയുന്ന ആൾ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു P ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? V is equal to a constant by P എന്ന് എഴുതാം. ഈ P അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ Vp is equal to a constant. ഓക്കെ, അതിൽ നിന്നാണ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. V1 P1 അഥവാ which is equal to V2 P2. അഥവാ ഒരാൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റാൾ ഡിക്രീസ് ആയിരിക്കും. സോ ഗ്രാഫ് വരല് ഇങ്ങനെയാണ്. നമ്മൾ പറഞ്ഞതിൽ ഈ ഗ്രാഫ് മാത്രമാണ് ഡസ് നോട്ട് റെപ്രസെന്റ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പം ഒരു 3 ടൈപ്പ് ലോകളുണ്ട്. ഒന്ന് ബോയിൽസ് ലോ, ഈ പറഞ്ഞ രൂപത്തിൽ ബോയിൽസ് ലോ എങ്ങനെയാണ്? V ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു P ആണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് V ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കെൽവിൻ ടെമ്പറേച്ചർ. ആ ലോയെ നമ്മൾ വിളിക്കുന്നവരാണ് ചാൾസ് ലോ എന്നാണ് വിളിക്കുക. അറ്റ് എ സെയിം ടൈം V ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ആ ലോയെ നമ്മൾ വിളിക്കുന്നവരാണ് അവോഗാഡ്രോസ് ലോ എന്ന് വിളിക്കുക. ഈ 3 ഗ്യാസ് ലോസ് നമ്മൾ നിർബന്ധമായിട്ട് അറിയണം. അത് ഈ ഒരു ചാപ്റ്ററിലൊക്കെ അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇത് ബോയിൽസ് ലോ ആണ്, ഇത് ചാൾസ് ലോ ആണ്, ഇത് അവോഗാഡ്രോസ് ലോ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച അവോഗാഡ്രോയുമായി ബന്ധപ്പെട്ട ഒരു ലോ നമുക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നോക്കാം. എ ക്ലോസ്ഡ് വെസൽ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ മോളിക്യൂൾ. അപ്പോൾ ഒരു ക്ലോസ്ഡ് വെസൽ ഉണ്ട്, അതിൽ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അറ്റ് പ്രഷർ ഓഫ് Pmm. അപ്പോൾ പ്രഷർ Pmm ആണ് കൊടുത്തിട്ടുള്ളത്. ഇഫ് നൈട്രജൻ ഈസ് റിമൂവ്ഡ്, അപ്പോൾ ഈക്വൽ എമൗണ്ട് ആണ് നൈട്രജനും ഓക്സിജനും, അതിലെ നൈട്രജൻ പാർട്ടിക്കിൾസ് മാത്രം റിമൂവ് ചെയ്തു ഫ്രം ദ സിസ്റ്റം, ദെൻ ദ പ്രഷർ വിൽ ബി. അപ്പോൾ വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. നമ്മളിതിൽ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. 5 നൈട്രജൻ മോളിക്യൂൾ ഉണ്ട്, 5 ഓക്സിജൻ ഉണ്ട്. അപ്പോഴത്തെ പ്രഷറാണ് P. ഇതിലെ കറക്റ്റ് 5 നമ്പർ ഓഫ് പാർട്ടിക്കിൾ കറക്റ്റഡ് പോയാലോ സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഹാഫായി. ഇതിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഹാഫ് ആയാൽ പ്രഷറും ഓഫ് കോഴ്സ് എന്താവും? പ്രഷറും ഓഫ് കോഴ്സ് ഹാഫ് ആവും. ഓക്കെ, 10 പേരുണ്ടായിരുന്നു, 5 പേര് പോയി, അതോടുകൂടി ആ പ്രഷർ എന്തായി? നേർ ഹാഫായിട്ട് മാറി. സോ ദ ആൻസർ ഈസ് P/2 ആയിരിക്കും എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ
പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അഥവാ ഈ ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള ചില പോസ്റ്റുലേറ്റ്സ് ഉണ്ട്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് തിയറി എന്നാണ് വിളിക്കുക. അത് ഈ കൈനറ്റിക് തിയറി അല്ലാത്ത പോസ്റ്റുലേറ്റ് അഥവാ ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്, ആലോചിച്ചാൽ മതി. ദ മോളിക്കുലാർ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഈ പറഞ്ഞ ഗ്യാഷ്യസ് പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള കൊളീഷൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഗ്യാഷ്യസ് പാർട്ടിക്കിൾ തമ്മിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ എന്ത് ചെയ്യും, തിരിച്ച് ബാക്കി അതേ സെയിം എനർജിയിൽ തന്നെ അഗെയിൻ അതിന് മൂവ്മെന്റ് പോസിബിൾ ആണ്. അതാണ് ഒന്നാമത്തേത്, വിച്ച് ഇസ് എ ട്രൂ. Kinetic energy of gas is inversely proportional to temperature. അതിന്റെ കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടെമ്പറേച്ചറിന്. ഗ്യാസ് മോളിക്യൂൾസ് മൂവ് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റീസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. അതാണ് അടുത്തത്. ദ ഗ്യാഷ്യസ് പ്രഷർ ഈസ് ഡ്യൂ ടു കണ്ടിന്യൂസ് ബോംബാർഡ്മെന്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഓൺ ദ വാൾ ഓഫ് വെസൽ. അപ്പോൾ ഈ പറഞ്ഞ ലോസ് ഏതൊക്കെയാണെന്ന് ഇവിടെ വളരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിൻ്റെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്തുകൊണ്ട് ഈ ലോ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. ഇതിൽ പറഞ്ഞ ഓരോ പോയിന്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞത് ഗ്യാഷ്യസ് പാർട്ടിക്കിൾ അല്ലേ, ഗ്യാഷ്യസ് പാർട്ടിക്കിൾ എങ്ങനെ വെരി അല്ലേ, അത് നമ്മുടെ ഡിസ്റ്റൻസുകൾ വളരെ കൂടുതലാണ് അല്ലേ, ഫാർ അപ്പാർട്ടാണ്. ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, എനർജി ലൂസ് ആവൂല. നേരെ മറിച്ച് അതിന് എങ്ങോട്ട് വേണമെങ്കിലും അല്ലേ, എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ സാധിക്കും. ഈ മൂവ്മെന്റ് ഇതിന്റെ വാളിൽ എന്ത് ചെയ്യൂടാ, വാളിൽ ഒരു പ്രഷർ ഉണ്ടാക്കും. ഇറ്റ് എക്സർട്ടഡ് പ്രഷർ ഓൺ ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. അതാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രഷർ ഓഫ് എ ഗ്യാസ് എന്നൊക്കെ വിളിക്കുന്ന സാധനം. ഓക്കെ, അപ്പൊ ആ പറഞ്ഞ ഓരോന്നും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ദ മോളിക്യൂൾ എക്സർട്ടഡ് നോ അട്രാക്റ്റീവ് ഫോഴ്സസ് or repulsive force one to one another except during the process of collision. Between collision they move in a straight line. Okay, അപ്പോൾ ഈ പറഞ്ഞ ഓരോ തിയറിയും എന്താണ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. നമ്മൾ പറഞ്ഞതിൽ സെക്കൻഡ് പോയിന്റ് മാത്രമാണ് എന്ത് ഇൻകറക്റ്റ്. കൈനറ്റിക് എനർജി, വാട്ട് ഈസ് കൈനറ്റിക് എനർജി, മൂവ്മെന്റ് കാരണമുള്ള എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ്. അത് നമുക്ക് കേട്ടത് മനസ്സിലാക്കാൻ പറ്റും. കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഇത് മൂവ് ചെയ്യാനുള്ള എനർജിയാണ് അല്ലേ, കൈനറ്റിക് എനർജി. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് കോൾഡ് temperature. The average kinetic energy of body or a substance is called temperature. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം എനർജി കൂടുതൽ കിട്ടും, കൂടുതൽ മൂവ്മെന്റ് പോസിബിൾ ആണ്. അപ്പോൾ അവിടെ ഇൻവേഴ്സ്ലി അല്ല ഡയറക്റ്റ്ലി ആണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത്. ഓക്കെ, ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടിൻഡാൽ എഫക്റ്റ് പരിചയമുണ്ട്, ബ്രൗണിയൻ മൂവ്മെന്റ് പരിചയമുണ്ട്, സെൻട്രിഫ്യൂഗേഷൻ, പേപ്പർ ക്രോമറ്റോഗ്രഫി. അപ്പുറത്തോ സെപ്പറേറ്റ്സ് ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ് സാമ്പിൾ, separate different colored dyes, colloidal particle move in a zigzag direction, not observed in true solution. Okay, അപ്പോൾ ഒന്ന് മാച്ച് ദ ഫോളോയിങ് വേഗത്തിലൊന്ന് ചെയ്ത് വീഡിയോ പോസ് ചെയ്യുക, മാച്ച് ദ ഫോളോയിങ് വളരെ പെട്ടെന്ന് ചെയ്യും. യെസ്, ആൻസർ അതാ കിട്ടുക. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. എ ആണ്. നോക്കിക്കേ, ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്, ടിൻഡാൽ എഫക്റ്റ് ട്രൂ സൊല്യൂഷനിലുണ്ടോ? നോ, ഇല്ല. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സിഗ്സാഗ് മൂവ്മെന്റിനെ വിളിച്ച പേരാണ് എന്ത്, ബ്രൗണിയൻ മൂവ്മെന്റ്. എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. ഓക്കെ, സെൻട്രിഫ്യൂഗേഷൻ എവിടെയാണ് നടത്തുക, നമുക്കറിയാം ബ്ലഡ് സെൽ സാമ്പിളുകളെ സെപ്പറേറ്റ് ചെയ്യാൻ സെൻട്രിഫ്യൂഗേഷൻ നടത്തും അല്ലെ. അതേപോലെ തന്നെ ബട്ടർ ഫ്രം മിൽക്ക്, അതും എന്താണ്, സെൻട്രിഫ്യൂഗേഷൻ ആയിരുന്നു. പേപ്പർ ക്രോമറ്റോഗ്രാഫി നമുക്കറിയാം ഡൈസിലുള്ള കളറുകളെ സെപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, last question. At what temperature will both the Celsius and Fahrenheit scales read the same value? Fahrenheit and Celsiusum സെയിം വാല്യൂ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഇതിലേതാണ്? -40, -60, -90, 80. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫാരൻഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിലെ റൂൾ എന്ന് പറയുന്നത്. ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ചെയ്താൽ എന്ത് കിട്ടും, ഫാരൻഹീറ്റ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ സിയുടെ വാല്യൂ അഥവാ ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാറിയോ, -40 കൊടുത്തു നോക്കുക. -40 നോക്കിക്കേ, 9/5 × -40 + 32 ചെയ്താൽ മതി. ഓക്കെ,
നോക്കിക്കേ 9 × 40 എത്ര വരും ഇവിടെ? അല്ലെങ്കിൽ ഇതാ 5ഉം 40 കൂടി ചെയ്യാമല്ലോ. ഇവിടെ എത്ര വരും? 8 വരും. 9 × -8 എത്ര? -72 +32 ചെയ്തു. ഓക്കെ, സ്വാഭാവിക ആൻസർ കിട്ടും -40. കണ്ടോ, ഈ പറഞ്ഞ എന്താ ചെയ്തു? ഫാരൻഹീറ്റിന്റെ വാല്യൂവും -40 കിട്ടി, ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കൊടുത്തതും -40 കിട്ടി. ഓക്കെ, വളരെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്ത് ചെയ്യണം? ചിലപ്പോൾ വേണമെങ്കിൽ ചെയ്ത് നോക്കേണ്ടി വരും. ഓരോ പോയിന്റ് ഇട്ടുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കേണ്ടി വരും. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ? ആൻസർ കിട്ടുള്ളൂ. ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള കണക്ഷനാണ് 9/5 ഡിഗ്രി സെൽഷ്യസ് +32 എന്നുള്ളത്. അത് -40 ഇട്ടപ്പോൾ എന്തായി? ആ കൊടുത്തിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ -40, ആൻസർ കിട്ടിയ ഫാരൻഹീറ്റിന്റെ വാല്യൂ -40. ഈ രൂപത്തിലാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഇതിൽ ചോദിക്കാം. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുക. എക്സാം ബൈ ലേണിംഗ് നമ്മളെ ഈ ഒരു ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിന് ഒരുപാട് എല്ലാ സബ്ജക്റ്റിലുള്ള നമ്മുടെ അതിൻ്റെ കോച്ചിങ് വളരെ ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഇത് ഷെയർ ചെയ്യുക. ക്ലാസ് നമുക്ക് കൂടുതൽ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്